ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ തങ്ങളുടെ 12ാമത്തെ മത്സരത്തിന് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത്. റിലഗേഷൻ സ്പോട്ടിലുള്ള മുഹമ്മദൻ SC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ആഷ്ലി വെസ്റ്റ്വുഡിന് സസ്പെൻഷൻ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തുകയാണ്. ഈ മത്സരത്തിന് മുന്നേ ചില മുന്നറിയിപ്പൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആഷ്ലി നൽകിയിട്ടുണ്ട്. അതായത് മുഹമ്മദൻ SC ആണ് എന്ന് കരുതി വില കുറച്ച് കാണേണ്ടതില്ല. 100% ഈ മത്സരത്തിൽ താരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ആഷ്ലി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരിക്കലും ഞങ്ങൾക്ക് എളുപ്പമുള്ള ഒരു മത്സരമായിരിക്കില്ല. ഈ മത്സരത്തിൽ ഞങ്ങൾ 100% നൽകിയില്ലെങ്കിൽ പരാജയപ്പെടും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. അവസാനത്തെ 3 മത്സരങ്ങൾ എടുത്തു നോക്കുക. അവർ ഒരിക്കലും ദുർബലരായ എതിരാളികൾ അല്ല. തുടർച്ചയായി 3 സമനിലകൾ അവർ നേടിയെടുത്തു. പല ടീമുകൾക്കും സാധിക്കാത്ത ഒന്നാണ് അത്. നല്ല അഗ്രസീവായി കളിക്കുന്ന ഒരു പിടി അപകടകാരികളായ താരങ്ങൾ അവർക്കുണ്ട്. വിജയിക്കാൻ ആവശ്യമായതെല്ലാം അവർ ചെയ്യും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ കളിക്കണം. ഞങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കണം. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് മുഹമ്മദൻ SCയെ ഒരു കാരണവശാലും വില കുറച്ച് കാണേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അവസാനത്തെ 3 മത്സരങ്ങളിൽ സമനിലകൾ സ്വന്തമാക്കാൻ മുഹമ്മദൻ SCക്ക് കഴിഞ്ഞിരുന്നു. ഒഡീഷ FC, ചെന്നൈയിൻ FC, SC ഡൽഹി എന്നിവരെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് മുഹമ്മദൻ SC ഇപ്പോൾ കടന്നു വരുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം വലിയ ഒരു പുരോഗതിയാണ് പ്രകടനത്തിന്റെ കാര്യത്തിൽ കൈവരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.